കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യരംഗത്ത് പുതിയ മുന്നേറ്റവുമായി ഡയലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 250 ലേസർ കിഡ്നി ശസ്ത്രക്രിയകളും വിജയകരമായി പൂർത്തിയാക്കിയതോടൊപ്പം ഹോസ്പിറ്റലിൽ ക്യാൻസർ ചികിത്സ, സ്ട്രോക്ക് മാനേജ്മെന്റ്, വെർട്ടിഗോ ലാബ് എന്നിവ ആരംഭിക്കുന്നു. ഈ അത്യാധുനിക സേവനമായ RVR ന്യൂറോ ഓൺകോ സെന്ററിന്റെ ഉദ്ഘാടനം ജൂലൈ 15-ാം തീയതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി നിർവഹിക്കും. അർബുദ രോഗികൾക്ക് സമഗ്രവും വിദഗ്ധവുമായ ചികിത്സ ലഭ്യമാക്കുന്നതിനായാണ് ഡയാലൈഫിൽ അത്യാധുനിക ഓങ്കോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നതെന്നും ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന വർത്തമാനകാലത്ത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഇത്തരം സേവനങ്ങൾ ഒരുക്കുന്നത് ഉത്തരവാദിത്വമായാണ് കാണുന്നതെന്നും ഡയാലൈഫ് ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മംഗളൂരു ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം പ്രൊഫസറായ ഡോക്ടർ നിഷിത ഷെട്ടിയുടെ നേതൃത്വത്തിലായിരിക്കും പുതിയ വിഭാഗം പ്രവർത്തിക്കുക. പുതിയ ഓങ്കോളജി വിഭാഗം വരുന്നതോടെ സങ്കീർണമായ ക്യാൻസർ ചികിത്സകൾക്കായി കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള രോഗികൾക്ക് മംഗളൂരു, കോഴിക്കോട്, കൊച്ചി തുടങ്ങിയ മറ്റ് നഗരങ്ങളെയോ സംസ്ഥാനങ്ങളെയോ ആശ്രയിക്കേണ്ട സാഹചര്യം ഗണ്യമായി കുറയുമെന്നും ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി വ്യക്തമാക്കി. ഇതോടൊപ്പം അത്യാധുനിക ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള 250ാമത് കിഡ്നി സ്റ്റോൺ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷവും ആശുപത്രി അധികൃതർ പങ്കുവച്ചു. ഈ ഒരു സമയത്ത് നമ്മുടെ കാസർഗോഡിൽ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സെൻറ്ററുകൾ അത് നമുക്കറിയാം 3 നിലയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ സിനറിയോ കാണുന്നത്. അതായത് കോർപ്പറേറ്റ് ഹോസ്പിറ്റലായിട്ടുണ്ട്, മീഡിയം സൈസ്ഡ് ഹോസ്പിറ്റലായിട്ടുണ്ട്, അതേപോലെ ഗവൺമെൻറ് സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഗവൺമെൻറ് സെറ്റപ്പിൽ നിന്നിട്ട് എല്ലാ ഡോക്ടേഴ്സിനെയും അതേപോലെ തന്നെ എല്ലാ ടെസ്റ്റുകളും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസ്ഡ് ആയിട്ട് നമുക്ക് ചെറുകിട ഹോസ്പിറ്റലുകളായിട്ട് നമുക്ക് നിന്നുകൊണ്ട് തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്തൊക്കെ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റിയും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ കൊടുക്കുക എന്ന ആ ഒരു ഉദ്ദേശത്തോടെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സംരംഭം തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ജൂലൈ മാസത്തിൽ തന്നെ RVRുമായിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ന്യൂറോ ഓൺകോ സെൻറ്റർ, അതായത് ന്യൂറോളജി, അതുപോലെ തന്നെ ന്യൂറോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല ആൾക്കാരും മസ്തിഷ്ക മരണങ്ങളൊക്കെ സംഭവിക്കുന്നത് സ്ട്രോക്ക്, അതുപോലെയുള്ള അപസ്മാരം, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എല്ലാ ദിവസവും കാസർഗോഡ് ജില്ലയിൽ 24 hours സ്ട്രോക്ക് മാനേജ്മെൻറ്റ് യൂണിറ്റായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കാസർഗോഡ് ഡയാലൈഫിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓങ്കോളജി, കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ ഓങ്കോളജി സെൻറ്റർ അത് കാസർഗോഡ് ഡയാലൈഫ് ഹോസ്പിറ്റലിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല ടീം തന്നെയാണ്. ഫാദർ മുള്ളേഴ്സിലൊക്കെ മെഡിക്കൽ ഓങ്കോളജിയിലെ പ്രൊഫസർ ഡോക്ടർ നിഷിത ഷെട്ടി അവരുടെ മേൽനോട്ടത്തിൽ അവരുടെ ടീം തന്നെ വന്നിട്ട് നമ്മുടെ കാസർഗോഡിൽ എല്ലാ ദിവസവും ഇവിടെ കൺസൾട്ട് ചെയ്യുന്നതാണ്. കൂടാതെ ഡയഗ്നോസ്റ്റിക്സ് ആയിട്ടുള്ള നമുക്ക് കാസർഗോഡ് ജില്ലയിലെ 1.5 ടെസ്റ്റിലോട് കൂടിയിട്ടുള്ള MRI കാസർഗോഡ് നമ്മുടെ ഡയാലൈഫിലും അവിടെ മാത്രമാണ് ഇപ്പോൾ ഉള്ള അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് ഒരു പോസിറ്റീവ് തന്നെയാണ്. മംഗളൂരു ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം മേധാവിയും RVR സൂപ്പർ സ്പെഷ്യാലിറ്റി സെന്ററിന്റെ ഡയറക്ടറുമായ പ്രൊഫസർ ഡോക്ടർ രാഘവേന്ദ്ര BS നയിക്കുന്ന ന്യൂറോ ടീം ഡയാലൈഫ് ഹോസ്പിറ്റലിൽ സ്ഥിരമായി സേവനം നൽകും. തലച്ചോറിൻ്റെയും നാഡീവ്യൂഹത്തിൻ്റെയും വിവിധ രോഗങ്ങൾ, അപസ്മാരം, പാർക്കിൻസൺസ് രോഗം, തലകറക്കം എന്നിവയ്ക്കുള്ള വിദഗ്ധ പരിശോധനയും ചികിത്സയും രോഗികൾക്ക് ഇനി കാസർഗോഡ് തന്നെ ലഭ്യമാകുമെന്ന് ഡോക്ടർ രാഘവേന്ദ്ര BS പറഞ്ഞു. ഞങ്ങളിപ്പോൾ പുതു സെൻറ്റർ 13 years ഫാദർ മുള്ളേഴ്സ് എക്സ്പീരിയൻസ് ആണ്, 10 years ഫസ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ കൂടെ അവിടെ ഉണ്ട്, പാർട്ട് ഓഫ് ഇറ്റ്. ബട്ട് ഇപ്പോൾ ഞങ്ങളൊരു RVR സൂപ്പർ സ്പെഷ്യാലിറ്റി സെൻറ്റർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് പള്ളിയിൽ മംഗളപുരത്തിൽ. ഇറ്റ് ഹാസ് എവറി ഫെസിലിറ്റി. അവിടെ NCS ആണോ, EG ആണോ, EMG ആണോ, VEP, വെർട്ടിഗോ ലാബ്, പിന്നെ നല്ല ഫിസിയോതെറപ്പി, റീഹാബിലിറ്റേഷൻ, കാർഡിയോളജി, ന്യൂറോളജി, ഓങ്കോളജി, ഇമ്മ്യൂണോളജി, ന്യൂമറ്റോളജി, നെഫ്രോളജി എല്ലാ ടീമും നല്ലോണം ഉണ്ട്. But I am coming here, 2-3 years I am already part of Dialife. I am visiting every ആഴ്ച ഇവിടെ വരുന്നുണ്ടാണ്. ഞങ്ങൾ ഡിസ്കസ് ആക്കുമ്പോൾ എന്ത് ബെസ്റ്റ് കെയർ കൊളാബറേറ്റീവ് കൊടുക്കാൻ പറ്റൂ. ബിക്കോസ് ഇപ്പോൾ കൂടെ ഫാദർ മുള്ളേഴ്സ്ക്ക് മംഗളപ്പുറക്ക് കുറേ കാസർഗോഡ് പേഷ്യൻസ് വരുന്നുണ്ട് അവിടെ. സോ വിൻഡോ പീരീഡ് കഴിഞ്ഞ ശേഷം വരുന്നുണ്ട്. സോ ഇപ്പോൾ ഞങ്ങളൊരു ടീം കൊളാബറേറ്റ് ആക്കിയിട്ട് വാട്ട് ഈസ് അവർ മെയിൻ അജണ്ട ഉണ്ട്, ഫുൾ ന്യൂറോളജി ടീം. ഡെയിലി ഇവിടെ ന്യൂറോളജിസ്റ്റ് ഡയലൈഫ് OPD, ഡെയിലി OPD
വിൻഡോ പീരിയഡ് 4.5 hours ഗോൾഡൻ ടൈം സ്ട്രോക്ക്. ഇവിടെ MRI ഫെസിലിറ്റി ഉണ്ട്, CT ഫെസിലിറ്റി ഉണ്ട്, ആൻജിയോ ഫെസിലിറ്റി ഉണ്ട്, പിന്നെ ഇൻറ്റൻസിവിസ്റ്റ് ഉണ്ട്, ഫിസിഷ്യൻ ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ ടെലികൺസൾട്ടേഷൻ ചെയ്യാൻ പറ്റൂ. ആൻഡ് ഓൾസോ ഞങ്ങളുടെ ടീം ഡെയിലി ഞങ്ങളാണ് എപ്പിലെപ്റ്റോളജിസ്റ്റ് ശിശിറാണ്, ഡോക്ടർ വിഘ്നേഷ്, ഡോക്ടർ അബു. സോ എവറി ഡേ ഒരു ഡോക്ടർ മംഗളപുരത്തിൽ ഇവിടെ ഉണ്ടാവും. സോ എനി സ്ട്രോക്ക്, വിൻഡോ പീരിയഡ്, ത്രോംബോലൈസിസ്, ഗോൾഡൻ അവേഴ്സ് അത് ചെയ്യാൻ പറ്റൂ. ബൈ ചാൻസ് ചില ആൾ മിസ്സാവും 4.5 hours ശേഷം വന്ന ശേഷം കൂടെ സെക്കൻഡ് ഇഞ്ചക്ഷൻ ഉണ്ട്, ടിറഫിബാൻ 24 hours ഉള്ളിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ്. സോ യു ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട് ഇൻ സ്ട്രോക്ക് ട്രീറ്റ്മെൻറ്റ്. ഇതോടൊപ്പം കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ വെർട്ടിഗോ ലാബ് ആരംഭിക്കുവാൻ പദ്ധതിയുണ്ടെന്നും തലകറക്കം, ബാലൻസ് പ്രശ്നങ്ങൾ, ഉൾച്ചെവി സംബന്ധമായ രോഗങ്ങൾ എന്നിവ അത്യാധുനിക പരിശോധനയിലൂടെ കൃത്യമായി കണ്ടെത്തി ചികിത്സിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമായിരിക്കും ഇതെന്നും ആശുപത്രി അധികൃതർ കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ RVR ന്യൂറോ ഓങ്കോ സെന്ററിന്റെ ലോഗോ പ്രകാശനവും നടന്നു. ഡോക്ടർ മൊയ്തീൻ നഫ്സീർ, ഡോക്ടർ ഹാത്തിം ഹുസൈൻ, മാനേജർ മൻസൂർ TA എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.